ഹലോ സുഹൃത്തുക്കളെ, നമ്മളിന്ന് നമ്മുടെ വീടിൻ്റെ ഇപ്പോഴത്തെ വർക്ക് എന്തായി എന്നുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മുടെ വീടിൻ്റെ ഇടത് ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇപ്പോൾ ശരിക്കും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കണ്ണും ഒരു മൂക്കും പോലെ തോന്നണല്ലേ നിങ്ങൾക്ക്? അതായത് ഞാൻ വെറുതെ ഓരോന്ന് പറയട്ടോ, വെറുതെ അല്ല, ആ രണ്ട് ജാളീൻ്റെത് രണ്ട് കണ്ണും ഇതൊരു മൂക്കുമായിട്ട് ചിന്തിക്കുക അല്ലേ? വീടിന് കണ്ണും മൂക്കൊക്കെ വെച്ച മാതിരില്ലേ? പിന്നെ ഇതിലിപ്പോൾ പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഉള്ളിൽ വൈറ്റ് പെയിൻറ്റ് മൊത്തം അടിച്ച് കഴിഞ്ഞു, എല്ലാ ഭാഗവും വൈറ്റ് പെയിൻറ്റ് അടിച്ചു. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി ജനലൊക്കെ ഇങ്ങനെ ഉരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ വീട്ടിൽ ചെയ്യുന്ന സമയത്ത്, അതായത് വീട് പണി നടക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, വർക്ക് തുടങ്ങുകയാണ്, വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ചിന്തിക്കേണ്ട കാര്യം, തേക്കുന്നവരോട് നിർബന്ധമായിട്ടും പറയാം, അനാവശ്യമായിട്ട് ഒരുപാട് ഇപ്പോൾ ജനലിൻ്റെ ഭാഗത്തൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഉടനടി അവിടെ തുടയ്ക്കാൻ പറയുക. അതായത് വൈകുന്നേരം പോകുന്ന സമയത്തൊന്നും വെറുതെ തുടച്ചാൽ മതി, ആ സിമെൻറ്റ് അവിടെ പറ്റി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് തന്നെ ഒരു കുറേ സമയം അതിന് വേണ്ടിയിട്ട് മാത്രം പോകും. അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ വീടിന് നമുക്കത് ഒരു ഭയങ്കര ഡിഫോൾട്ടായിട്ട് വന്നതാണ്. നമുക്ക് അറിയില്ല എന്നല്ല പറഞ്ഞാൽ നമ്മൾ പണിക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും അവരങ്ങനെ ചെവിക്കൊള്ളില്ല. അപ്പോൾ പരമാവധി നമ്മൾ പറഞ്ഞ് തന്നെ മനസ്സിലാക്കി ശരിയാക്കണം. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഇപ്പോഴത്തെ ഒരു കാഴ്ച. ഇപ്പം ഇന്ന് സാൻഡർ അടിച്ച് കഴിഞ്ഞു. സാൻഡർ ഫ്രണ്ടിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, ഫ്രണ്ടിൽ മാത്രമാണ് നമ്മൾ സാൻഡർ അടിച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗം അങ്ങനെ 3 ഭാഗത്ത് മാത്രമാണ് സാൻഡർ അടിച്ചിട്ടുള്ളത്. സാൻഡർ അടിക്കാൻ കാരണം നമ്മൾ ദേഹം തട്ടുന്ന ഭാഗങ്ങൾ മൊത്തം സാൻഡർ അടിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ജനലിൻ്റെ താഴത്തുള്ള ജനൽ വെക്കൽ മൊത്തം ഫ്രണ്ടിൽ ഏകദേശം കഴിഞ്ഞു. 5 ജനലാണ് നമ്മൾ ഫ്രണ്ടിലുള്ളത്. 5 ജനലും 5 ഡിസൈനിൽ നമ്മൾ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 5 ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത കളറുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഒന്ന് ഫസ്റ്റ് നമ്മൾ കൊടുത്തത് ഒരു നീല കളർ കൊടുത്തു, താഴത്തെ കളറാട്ടെ ഞാൻ പറയുന്നത്. പിന്നെ നമ്മളിവിടെ ഒരു മജന്ത കൊടുത്തു, പിന്നെ നമ്മൾ ഒരു മഞ്ഞ കൊടുത്തു, പിന്നെ ഒരു പച്ച കൊടുത്തു, പിന്നെ വെള്ള കൊടുത്തു. അത് മാത്രമേ നമ്മളൊരു പാറ്റേണിൽ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള കളറുകളെല്ലാം നമുക്ക് ഇഷ്ടമുള്ള പോലെ ഓരോരോ ഡിസൈനായിട്ട് അങ്ങനെ കൊടുത്തിട്ടുള്ളതാണ്. നമ്മളെല്ലാം ഓരോ കളറ്, അതായത് ഒന്നിച്ചൊരു ഇതാണ് എടുത്തിട്ടുള്ളത്, ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഈ പഴയ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗ്ലാസ് എടുത്ത കാര്യങ്ങളൊക്കെ. ഗ്ലാസ്സിന് നമുക്ക് വന്നിട്ടുള്ള റേറ്റ്, മഞ്ഞ കളറ് ഗ്ലാസ്സിന് നമുക്ക് 80 രൂപയും മജന്തയ്ക്ക് 60 രൂപയും, 60 അല്ല കേട്ടോ, മഞ്ഞയ്ക്ക് 80 രൂപ, മജന്തയ്ക്ക് 65 രൂപ, പച്ചയ്ക്കും നീലയ്ക്കും 55 രൂപ, വെള്ളയ്ക്ക് 40 രൂപ. സ്ക്വയർ ഫീറ്റിൻ്റെ റേറ്റാണ് ഞാൻ പറയണത്. അത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഈ ഒരു റേഞ്ചിൽ അല്ലെങ്കിൽ ഇതിലേറെ കുറഞ്ഞ് കിട്ടുന്നുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് അത്രത്തോളം പലർക്കും ബെനിഫിറ്റ് ആയിരിക്കും. ഇതിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് തിരിഞ്ഞിട്ടുണ്ട് കണ്ടെങ്കിൽ, ഈ ഗ്ലാസ് അല്ല, ഇത് ശരിക്കും തിരിച്ചിട്ടാലേ നമുക്ക് ആ ഒരു ഇതുണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ അവർ വരുമ്പോൾ പറയണം. അത് കഴിഞ്ഞ് ഇതിൻ്റെ കളർ ഞാൻ പറഞ്ഞുതരാം. നീല, മജന്ത, മഞ്ഞ, പച്ച, വെള്ള, അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഇവിടെയാണെങ്കിൽ മജന്ത, പച്ച, വെള്ള, നീല, മഞ്ഞ, അങ്ങനെ 5 കളറാണ് നമ്മൾ മൊത്തത്തിലുള്ളത്. ഇനിയിപ്പോൾ ഈ ബോർഡർ, ഇപ്പോൾ നിങ്ങൾ ഇത് കണ്ട മനസ്സിലുണ്ടാവും, ഇത് നമ്മളൊരു ബോർഡറായി. ഇനിയിപ്പോൾ ഈ ഒരു ബോർഡർ, ഇത് നമ്മൾ വൈറ്റാണ് വരിക, ഇതും വൈറ്റാണ് വരിക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗം മൊത്തം മേലേക്ക് കയറി ഈ കാണുന്ന കോൺക്രീറ്റുകൾ ഇത് മൊത്തം വൈറ്റ് കളർ തന്നെയാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഭയങ്കര ഒരു ലുക്കായിട്ട് മാറും അല്ലേ? നല്ല ലുക്കാവും. മേലത്തെ നിങ്ങൾ കണ്ടില്ലേ, മേലത്തെ നമ്മൾ ബോർഡർ കൊടുത്തു കഴിഞ്ഞു. മേലത്തെ നമ്മൾ ആദ്യം പെയിൻ്റ് അടിച്ച, അതായത് സ്പ്രേ പെയിൻറ്റ് നമ്മൾ ക്ലിയർ അടിച്ച സമയത്ത് തന്നെ അതിനോട് കൂടി നമ്മൾ അവിടെ മൊത്തം വൈറ്റ് കളർ കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ താഴത്തുള്ള ഈ ഒരു ഏരിയ മാത്രമാണ് നമുക്ക് ഇതാക്കാനുള്ളത്. സാൻഡർ അടിക്കാൻ നമുക്ക് വന്നിട്ടുള്ളത്, ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരുപാട് ബഡ്ജറ്റ് ചിലവാക്കി ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, സാധാരണ രീതിയിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഒറ്റ സാൻഡർ അടിച്ചിട്ടുള്ളൂ. അതായത് ഒറ്റ പേപ്പർ ഇട്ടിട്ട്, അതിൻ്റെ പേപ്പർ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇപ്പോൾ ഇട്ടടിച്ചിട്ടുള്ള പേപ്പർ ഇതാണ് നമ്മളിപ്പോൾ ഇട്ടടിച്ച പേപ്പർ. ഈ പേപ്പർ ഇട്ടടിച്ചാൽ നമുക്കിപ്പോൾ ആവശ്യമുള്ള, ഞാൻ ഉദ്ദേശിച്ചതുള്ളൂ, അനാവശ്യമായിട്ട് ഒരുപാട് ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ ഒരു മിനുക്ക് പണി, ഒരു മിനുസം മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇത് ഒരുപാട് മിനുസാക്കി ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം.
അത് ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളാണ്. നമ്മുടെ പ്ലാൻ അങ്ങനെയാണ്, ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഓരോ ഇടവിട്ടാണ് നമ്മൾ ഇത് ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്തത്. ഇപ്പോൾ നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും, ഇതല്ലേ ഓരോ ഗ്യാപ്പ് വിട്ടിട്ട് ഇത് വിരൽ കൊണ്ട്, അതായത് വിരലിൽ കയ്യോറിട്ടിട്ട് അങ്ങനെയാണിത് കാവി തേച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. ഇത് ഇനിയിപ്പോൾ ആ ക്ലിയറും കൂടി അടിച്ചു കഴിഞ്ഞാൽ നല്ല ഗ്ലൈസിങ് ഉണ്ടായിരിക്കും. അതാണ് നമ്മളെ വെട്ടലിൻ്റെ ഒരു കാഴ്ച. ഇനി നമുക്ക് നേരെ ഇനി നമുക്ക് ഈ ഒരു സൈഡത്തെ ബാക്കത്തെ കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങൾ ബാക്കിൽ നിന്നല്ല ഈ ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ ആണിത്. ഇവിടെയൊക്കെ മുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ്. ഇത് നമ്മളെ ഹൗസ് വാമിങ്ങിൻ്റെ ആ സമയത്തേക്ക് ഇത് കാടൊക്കെ വെട്ടി നിരപ്പാക്കണം. ഇതാണിപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്നുള്ള വ്യൂ കേട്ടോ. നല്ല രസമല്ലേ? ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള കളറ് നീല, പച്ച, വെള്ള, ഇങ്ങനത്തെ ഈ 3 കളറുകൾ പാറ്റേണായിട്ട് മാറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഈ കളർ ഗ്ലാസ്സിനെയൊക്കെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക. ഇതൊക്കെ നമ്മുടെ ഇങ്ങനെ പോവുകയാണ്. ഇനി ഉള്ളിലേക്ക് കയറിയിട്ട് നോക്കാം. ഉള്ളിലേക്കല്ല, ആദ്യം നമുക്കിവിടെ ഫ്രണ്ടിൽ നിങ്ങളിപ്പോൾ ഈ ജനലിൻ്റെ കാഴ്ച ഇവിടെ കണ്ടില്ലേ. ഇപ്പോൾ ഇവിടെ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സാനിറ്റൈസ് ചെയ്തതിൻ്റെ പൊടിയാണ് ഈ കിടക്കുന്നത്. പൊടി അലർജി ഉള്ളവരൊന്നും സ്വന്തമായിട്ട് ചെയ്യാൻ നിൽക്കരുതേ. കണ്ടോ ഇവിടെയൊക്കെ മിനുസായി. നമുക്ക് ഞാൻ സാനിറ്റൈസർ അടിച്ച് മിനുസപ്പെടുത്തി, അതായത് ഇതായി കഴിഞ്ഞാൽ നല്ല മിനുസുണ്ടായിരിക്കും. ഇതൊക്കെ ഇവിടെ ജനലൊക്കെ ഇപ്പോൾ ഉരച്ച് കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇനി നമുക്ക് നേരെ ഉള്ളിലേക്ക് പോകാം. ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഉള്ളിലുള്ള കാഴ്ച കാണിച്ചു തരാം. അതായത് ഈ റൂമിൽ നമ്മൾ നീല കളറാണ് കൊടുത്തിട്ടുള്ളത്. നീല കളർ ഇത് ശരിക്കും 4 കോട്ടറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. കാരണം അത് ടൈറ്റില്ല, അതായത് ക്ലിയർ കുറവാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ 4 കോട്ട് കൊടുത്താണ്. നമ്മൾ ഈ ടിന്ന് വാങ്ങിയിട്ടുള്ളത് ഒരു ടിന്നാണ് വാങ്ങിയിട്ടുള്ളത്, 1 ലിറ്ററിൻ്റെ ടിന്നാണ്. ഇത് കൂടുതൽ വാങ്ങിയിട്ടില്ല, 1 ലിറ്ററല്ല വാങ്ങിയിട്ടുള്ളൂ. 1 ലിറ്റർ ടിന്നിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഏഷ്യൻ്റെ പെയിൻ്റാണ് വാങ്ങിയിട്ടുള്ളത്. 450 രൂപയൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഈ നീല കളറിന് കേട്ടോ. ഇത് മോന് നിർബന്ധം പറഞ്ഞിട്ട് അങ്ങനെ അവൻ ഈ കളർ തന്നെ വേണം റൂമിന്, ഒരു ചുമരിന് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ്. ഇനിയിപ്പോൾ അവൻ തന്നെ വരയ്ക്കണം എന്ന് പറഞ്ഞിട്ട് എന്തോ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു ചുമര് അവന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അവനെ എന്താ വെച്ചാൽ ചെയ്യട്ടെ എന്നുള്ള ഉദ്ദേശത്തിൽ. ഇതിൽ കളർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഗ്ലാസിൻ്റെ കളറ്. അതിപ്പോൾ ഈ ഭാഗത്ത് വെയിൽ കുറവായതുകൊണ്ട് ഒരുപാട് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കില്ല. എന്നാലും ഓരോ കളറും ഡിസൈനും നമുക്ക് ഉള്ളിലേക്ക് എടുത്ത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ നമ്മൾ ലൈറ്റ് ഇട്ടില്ലെങ്കിലും, പകൽ സമയങ്ങളിൽ ലൈറ്റ് ഇട്ടില്ലെങ്കിലും ഈ ഒരു ഫീൽ എപ്പോഴും ഇവിടെ ഉണ്ടായിരിക്കും. നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടോ, മേലെ കാണുന്നുണ്ടാവും, ആ ടൈലിൻ്റെ ഡിസൈൻ തന്നെ അവിടെ കാണുന്നുണ്ടാവും. പച്ച, വെള്ള, പച്ച, നീല, പച്ച, അങ്ങനെ ഒരു ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ ബേ വിൻഡോയിൽ ഇരുന്ന് നമ്മൾ പുറത്തേക്ക് നോക്കിയാൽ തുറന്നു കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് അല്ലേ. ഇപ്പോൾ വൈകുന്നേരം 5 മണിയാട്ടോ സമയം. വൈകുന്നേരം പടിഞ്ഞാറ് സൂര്യനാണ് ഈ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ബേ വിൻഡോയിൽ ഇരുന്ന് ഇങ്ങനെ വ്യൂ കാണാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ. നമ്മൾ മച്ചിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മച്ചിൻ്റെ ഓരോരോ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഇത് ഹാളിലേക്ക് പോകാം. ഹാളിൽ ഇതൊക്കെയാണ് ഹാളിൻ്റെ മൊത്തത്തിലുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് അടുത്ത ബെഡ്റൂം കേട്ടോ. അതായത് കയറി വരുമ്പോഴുള്ള ഫസ്റ്റത്തെ ബെഡ്റൂം. ആ ബെഡ്റൂമിൽ കളർ ഗ്ലാസ് കണ്ടിട്ടുണ്ടാവും. ഇതും സെയിം, വലത് സൈഡ് സെയിം തന്നെയാണ്. 3 കളറാണ് മൊത്തം കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്ത് നമ്മൾ ഓരോ കളർ നിങ്ങൾ എടുത്ത് കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പച്ച, നീല, മഞ്ഞ, മജന്ത, പച്ച, വെള്ള. ഇത് റൂമിൻ്റെ മാറ്റുകൂട്ടുക മാത്രമല്ല, നമ്മൾ ഉദ്ദേശത്തിൽ നിങ്ങൾ ആലോചിക്കുക, അതിലൊരു കർട്ടൻ്റെ ആവശ്യം ഫീൽ വരുന്നില്ല. കാരണം ഓൾറെഡി നമുക്ക് ഉള്ളിലേക്ക് എന്ത് വന്നാലും ജനലടച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്കൊരു യാതൊരു തരത്തിലുള്ള ഒന്നും കാണാൻ കഴിയില്ല, പുറത്തോട്ടോ ഇങ്ങോട്ടോ കാണാൻ കഴിയില്ല. അപ്പോൾ അത് നമ്മളെ മെയിനായിട്ടുള്ളൊരു ആവശ്യമാണ്. പിന്നെ കർട്ടൻ്റെ ആവശ്യം വരുന്നില്ല എന്ന് പറയാൻ കാരണം ഇത് കർട്ടൻ ഇട്ട് മറയ്ക്കാനുള്ളതല്ല. മറച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു ഫീൽ അവിടെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ലെവലിൽ തന്നെ ഇവിടെ മുന്നോട്ട് പോകണം. അതായത് ഒരുപാട് അതിന് വേറെ നമ്മൾ കർട്ടന് വേണ്ടിയിട്ട് വേറെ എക്സ്പെൻസ് ആക്കണ്ട എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അതിനൊക്കെ നെഗറ്റീവ് അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പങ്കുവയ്ക്കുക. എന്നാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞു തന്നെയാണ് കറക്റ്റ് എന്നല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള തീമും കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ പങ്കുവെച്ച് കഴിഞ്ഞാൽ ഇത് വീഡിയോ കാണുന്നവർക്കൊക്കെ അതൊരു ഉപകാരമായിരിക്കും. കാരണം
നിങ്ങളുടെ അഭിപ്രായങ്ങൾ പല പല അഭിപ്രായങ്ങൾ കയറുമ്പോഴാണ് പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇപ്പോൾ തന്നെ നമ്മൾ വീടിൻ്റെ പണി എടുക്കുന്ന ഒരുപാട് സമയത്ത് ചില കാര്യങ്ങളൊക്കെ എനിക്ക് വേണ്ട അല്ലെങ്കിൽ അത് ചെയ്യേണ്ട എന്നുള്ള പല കാര്യങ്ങളും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കമൻറ്റിൽ തന്നെ ഒരുപാട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ഇത് ബാത്റൂമിൻ്റെ ഉള്ളിൽ നമ്മളൊരു കളർ ഗ്ലാസ് തന്നെയാണ് കൊടുക്കുന്നത്. അത് വേറെ ഒന്നല്ല, നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുവന്ന ഗ്ലാസ്സിൽ കുറേ എണ്ണം ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഉള്ള ഗ്ലാസ് നമുക്ക് അവിടെ കൊടുക്കാം. അടുത്ത നമ്മൾ അടുക്കളയിലേക്ക് പോകാം. ഇവിടെയൊക്കെ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഷീറ്റ് ഇട്ട് കേട്ടോ, നമ്മുടെ മച്ചിൻ്റെ കോണിയാണിത്. മേലേക്കൊക്കെ പെയിൻ്റ് അടിച്ച് നല്ല ഒരു പ്രൈമറും 2 പെയിൻറ്റുമാണ് നമ്മൾ കയറ്റിയിട്ടുള്ളത് കേട്ടോ. അത് വേറൊന്നുമല്ല, നമ്മൾ വൈറ്റ് സിമെൻറ്റ് അടിച്ചിട്ടില്ല. വൈറ്റ് സിമെൻറ്റ് അടിക്കാതെ എങ്ങനെ അടിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. എങ്ങനെ ബഡ്ജറ്റ് കുറച്ച് പെയിൻറ്റ് ചെയ്യാം, അതാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്ന കാര്യം. ബഡ്ജറ്റ് ഒരുപാട് ചിലവാക്കി ചെയ്യുന്നവരെ ഉദ്ദേശിച്ചല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് സാധാരണ രീതിയിൽ നമുക്കിവിടെ ഒരു പ്രൈമറും 2 കോട്ട് പെയിൻറ്റും അടിച്ചിട്ട് പരിപാടി നിർത്തണം. എത്രത്തോളം എമൗണ്ട് ആയിരിക്കും നമ്മളെ പെയിൻറ്റിങ്ങിന് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയുന്നതാണ്. മൊത്തം എത്ര എക്സ്പെൻസ് ആവും, എന്തൊക്കെ ചിലവ് നമുക്ക് വന്നിട്ടുണ്ട്, ഏതൊക്കെ കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നതാണ്. അടുത്ത നമുക്ക് ലാസ്റ്റത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ലാസ്റ്റത്തെ ബെഡ്റൂമിൽ ജനൽ വെച്ചിട്ടില്ല, ജനൽ പൊളി വെക്കാനുള്ള പരിപാടിയിലാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ എന്താ പറയുക, ഇത് ഉണ്ടെങ്കിൽ ഇത് സാൻഡർ അടിച്ച് നല്ല മിനുസപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പെയിൻറ്റ് അടിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. ഇവിടെയും കൂടിയൊക്കെ ജനൽ വരുമ്പോൾ നല്ല വ്യൂ ആവും. ഇതിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇവിടെ കണ്ടെങ്കിൽ നീലയും പച്ചയും, ഈ നീല പച്ച വെള്ള അതാണ് ഈ നടുക്ക് വരുന്നത്. ഇവിടെ നീലയും പച്ചയും മാത്രം, അങ്ങനെ 2 കളറിലാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഈ ഒരു ഭാഗത്ത് പെയിൻറ്റ് ഞാൻ പറഞ്ഞു ഗ്ലാസ് വരുന്നത് ഈ ഭാഗത്ത് 4 കളറും, ഇവിടെ ഒരു വെള്ള കളറും, അവിടെ ഒരു വെള്ള കളറും, ആ ഭാഗത്ത് 4 കളറും, അങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അടുത്ത് നമ്മൾ മേലേക്ക് പോയി കഴിഞ്ഞാൽ മേലേക്ക് പ്രത്യേകിച്ച് പെയിൻറ്റ് കാര്യങ്ങളൊക്കെ വലിയ മാറ്റങ്ങളൊന്നുമില്ല, സെയിം പെയിൻറ്റ് തന്നെയാണ്. ഇതാണ് നമ്മളെ മേലേക്ക് പോയുള്ള കാഴ്ച. ആഹാ, നല്ല പടിഞ്ഞാറ് വെയിൽ അടിക്കുന്നതിൻ്റെ ഒരു കുയിമ്പല ആ ഭാഗത്തുണ്ടാവും അല്ലേ. അങ്ങനെ എന്താ പറയുക, ഒരു കുയിമ്പൽ പോലെ അങ്ങനെ കാണുന്നുണ്ടല്ലേ. ഇതിപ്പോൾ നമ്മൾ ആ ജാളിക്ക് പെയിൻ്റ് അടിക്കണം എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ജാളിക്ക് ഞാനിപ്പോൾ ഇതുവരെ കൺഫേം ആക്കിയിട്ടുള്ള പെയിൻ്റ് അടിക്കുന്ന കാര്യം, പക്ഷെ ഇവിടെ അടിക്കേണ്ടി വരും. ഇവിടെ കണ്ടങ്ങൾ ജാളിയിൽ ഇടയിൽ ആ സിമെൻറ്റിൻ്റെ പാട് ഇങ്ങനെ കാണുന്നുണ്ട് അല്ലേ, സിമെൻറ്റിൻ്റെ പാട് കാണുന്നുണ്ട്. അപ്പോൾ അത് ഈ ഭാഗത്ത് മിക്കവാറും ഒരു ചെറിയൊരു ചുമപ്പ് കളർ അടിക്കേണ്ടി വരുന്നതാണ്. നമ്മുടെ ഈ കോണിക്ക് ഏതാ കളർ കൊടുക്കേണ്ടതെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് അതിനനുസരിച്ച് കൊടുക്കാമായിരുന്നു. ഇതിൽ ഇപ്പം നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ബ്ലാക്കാണ്, അതായത് വൈറ്റിൻ്റെ ഇടയിൽ ആ ബ്ലാക്ക് എടുത്ത് കാണിക്കും എന്നുള്ള ഉദ്ദേശത്തിൽ. പിന്നെ നമ്മൾ ജാളി പുറത്തേക്കുള്ള വാതിലാണിത്. ഇവിടെയും നമ്മൾ 2 ജനലുണ്ട്. ഈ 2 ജനൽ നമ്മൾ കളർ ഗ്ലാസ് തന്നെയാണ് കൊടുക്കുന്നത്. താഴത്ത് നമ്മൾ കളർ ഗ്ലാസ് തന്നെയാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ പുറത്തേക്കുള്ള ബാൽക്കണിയിലോ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ പെയിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വരുന്നതാണ്. ഇപ്പോൾ ഇത്രയും വർക്കാണ് ഇപ്പോൾ ഇന്ന് വരെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക. ഞാൻ അതിങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ട് ഒരുപാട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം. താങ്ക്